ഹായ് ഫ്രണ്ട്സ്, നിന വന്നിട്ടുള്ളത് നല്ല ഒരു സ്മൂത്തി ആയിട്ടാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ളതും നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 5-6 സ്ട്രോബെറി ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്, നല്ല പുളിയില്ലാത്ത കട്ടത്തൈര്. പിന്നെ വേണ്ടത് പാലാണ്, ചില്ല് ചെയ്ത് വെച്ച പാലാണ് ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത്. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പഴത്തിന്റെ പകുതിയാണ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചിക്കുട്ട പഴത്തിന്റെ പകുതിയാണിത്. നാട്ടിലുള്ളവർക്ക് റോബസ്റ്റ പഴത്തിന്റെ പകുതി എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് നമ്മുടെ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 വലിയ സ്ട്രോബെറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പഴത്തിന്റെ പകുതി മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പിന്റെ അടുത്ത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയി കിട്ടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്, കാരണം ഇതില് ചേർത്തിട്ടുള്ളത് പാല്, തൈരൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ പഴം ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുടിച്ചു തീർക്കണം, ഇല്ലെങ്കിൽ ആ പഴത്തിന്റെ ടേസ്റ്റ് ഒന്ന് മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്